കെ-ഫോൺ പദ്ധതിക്കെതിരായ ഹർജിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഹർജിയിലെ പൊതുതാൽപര്യം എന്തെന്ന് ചോദിച്ച ഹൈക്കോടതി ലോകായുക്തയ്ക്കെതിരായ പരാമർശങ്ങൾ പിൻവലിക്കാനും പ്രതിപക്ഷ നേതാവിനോട് നിർദ്ദേശിച്ചു. ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കെ-ഫോൺ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ചോദ്യം. 2019 ആരംഭിച്ച പദ്ധതി നടപടികൾ അവസാനിക്കാറായി. കെ-ഫോൺ പദ്ധതിയുടെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തിത്തുടങ്ങി. ഇത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്തിനെന്നും ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു. ടെൻഡറിൽ അപാകതകളുണ്ടെന്നും ശേഷിക്കുന്ന തെളിവുകൾ CAG റിപ്പോർട്ട് വന്നതിന് ശേഷം ഹാജരാക്കാമെന്നും പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതി അറിയിച്ചു. എങ്കിൽ CAG റിപ്പോർട്ട് വന്നതിന് ശേഷം ഹർജി പരിഗണിച്ചാൽ പോരെയെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഹർജി ഫയലിൽ സ്വീകരിക്കാനും സർക്കാരിന് നോട്ടീസ് അയക്കാനും ഹൈക്കോടതി വിസമ്മതിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സർക്കാർ 3 ആഴ്ചയ്ക്കകം നിലപാട് അറിയിക്കണം. ലോകായുക്തയെ കൊണ്ട് കാര്യമില്ലെന്നും സമീപിച്ചിട്ട് പ്രയോജനമില്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിലെ വിവാദ പരാമർശം. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം അനുചിതമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി പരാമർശങ്ങൾ പിൻവലിക്കാനും പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി, ജസ്റ്റിസ് VG അരുൺ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.